ഇപ്പം നമ്മളുള്ളത് കണ്ണൂർ കോട്ട എന്ന് പറയുന്നത് സെൻറ്റ് ആൻജലോസ് ഫോർട്ടിലാണ്. ഇവിടെ എൻട്രി ഫീ ജസ്റ്റ് 25 രൂപയുള്ളൂ കേട്ടോ. ആ 25 രൂപ എടുത്ത് ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ തന്നെ ഇവരുടെ ഈ ഒരു കോട്ടയുടെ ഫുൾ ചരിത്രവും പിന്നെ ഇതിൻ്റെ മാപ്പും എല്ലാം ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ വലുതായിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ അറിയാം സെൻറ്റ് ആൻജലോസ് ഫോർട്ട് എന്ന് പറയുന്നത് ഏകദേശം 500 വർഷത്തോളം പഴക്കമുള്ള കോട്ടയാണ്. പിന്നെ ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം സൺസെറ്റ് ടൈമാണ്. നമ്മൾ വന്ന പോലെ ഉച്ച സമയത്തൊന്നും ഇവിടെ കയറിയിട്ട് ഒരു കാര്യമില്ല, അത്രയ്ക്ക് പൊരി വെയിലായിരുന്നു കേട്ടോ. പൊരി വെയിലാണെങ്കിലും ചെറിയൊരു പാർക്കിൻ്റെ ഏരിയ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പം കോട്ടയോട് ചേർന്നിട്ടുള്ള ഈ കടലാണ് മറ്റൊരു അട്രാക്ഷൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു അടിപൊളിയായിട്ട് ഹാർബറിൻ്റെ വ്യൂ കാണാൻ പറ്റും കേട്ടോ. നേരെ ബാക്കിലുള്ളത് ഹാർബറാണ്. ഇവിടെ നിന്നും മാപ്പിള ബേയും ധർമ്മടം ദ്വീപൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ 1505 പോർച്ചുഗീസുകാരാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. പിന്നീട് ഡച്ചുകാരും ബ്രിട്ടീഷുകാരും അറക്കൽ രാജവംശവും ഈ കോട്ട ഭരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കുറ്റവാളികളുടെ പേടി സ്വപ്നമായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലം. ഒരുപാട് പീഡനങ്ങൾക്ക് ഇരയായിട്ടുള്ള ഇരുട്ടറകളൊക്കെയുള്ള സ്ഥലമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഫാമിലിയും ഫ്രണ്ട്സും അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഇപ്പോൾ ഡെയിലി വിസിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമുക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കണ്ണൂർ കോട്ട കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അറക്കൽ മ്യൂസിയത്തിലേക്കാണ്. ജസ്റ്റ് 30 രൂപയാവുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അറക്കൽ മ്യൂസിയത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.